ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് കുക്കർ ഉപയോഗിച്ച് ഈസി ആയിട്ട് ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആട്ടോ കാണിക്കുന്നത്. ഇത് ബാച്ചിലേഴ്സിനും അതുപോലെ സമയമില്ലാത്തവർക്കൊക്കെ ഒത്തിരി ഹെൽപ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഏകദേശം 1/2 കിലോ ചിക്കൻ ആട്ടോ ഇത് ഉപയോഗിച്ച് നമുക്ക് 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും. ആദ്യമായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, കൂടെ 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഇവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇങ്ങനെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. ഫ്രീസറിൽ വെക്കേണ്ടതില്ല, നോർമലായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. നമുക്ക് നാരങ്ങ നീരിന് പകരമായിട്ട് തൈര് ഉപയോഗിക്കാം. തൈരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 1/4 കപ്പ് തൈര് എടുത്താൽ മതി കേട്ടോ. അടുത്തതായി കുക്കർ അടുപ്പിലേക്ക് വെച്ച് കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും ഒഴിക്കുക. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 4 ഏലക്ക, 6 ഗ്രാമ്പൂ, 2 കറുവപ്പട്ട ഇതിട്ട് ഒന്ന് 2-3 സെക്കൻഡ് ഒന്ന് ഇളക്കി ഒന്ന് ചൂടാക്കിയെടുക്കുക. അടുത്തതായി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവോള സ്ലൈസ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നതിന് വേണ്ടി അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് 10 വെളുത്തുള്ളി, 2 കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക് ഇത് ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി കടിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാനിവിടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. അപ്പം നിങ്ങൾ സാധാരണ രീതിയിൽ ചതച്ച് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞ ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ട് വഴണ്ട് വരുന്നോളം വരെ ഇളക്കുക. നമുക്ക് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. സവോളയും തക്കാളിയൊക്കെ അത്യാവശ്യം നന്നായി വെന്ത് കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കന് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് വഴറ്റിയെടുക്കാവേ. 1-2 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി കേട്ടോ. ഈ ബിരിയാണി ഉണ്ടാക്കാൻ നമ്മൾ 2 കപ്പ് ബസുമതി റൈസ് ആകട്ടോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കപ്പ് ബസുമതി റൈസിന് 2.25 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിക്കുന്നത്. അപ്പോൾ എത്ര കപ്പ് അരിയാണ് എടുക്കുന്നത് അത് പ്ലസ് ഒരു 1/4 കപ്പും കൂടെ ആണ് നമ്മൾ ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അതുകൊണ്ട് ചൂടുവെള്ളം ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണേ. ഈ ചൂടുവെള്ളം ഒഴിച്ച് ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിലേക്ക് കഴുകി വൃത്തിയാക്കിയ 2 കപ്പ് ബസുമതി റൈസും കൂടെ മല്ലിയിലയും അതുപോലെ പുതിനയിലയും ഇട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ വെക്കുക. തവി ഉപയോഗിച്ച് അരിയെല്ലാം ഒന്ന് നിരപ്പാക്കിയതിന് ശേഷമേ കുക്കർ അടയ്ക്കാവുള്ളൂ കേട്ടോ. ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇതിൻ്റെ പ്രഷർ തന്നെ പോകുന്നതിന് വേണ്ടി 20-30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് നോക്കി നമ്മൾ വേവൊക്കെ ഒന്ന് പരിശോധിക്കുക. വേവ് കറക്റ്റ് അല്ലെങ്കിൽ 10 മിനിറ്റും കൂടെ കുക്കർ അങ്ങനെ തന്നെ അടച്ചു വെക്കുക. അങ്ങനെ നമ്മുടെ ഈസി കുക്കർ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നമുക്ക് പെട്ടെന്നൊന്ന് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പി ആട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബൈ.